ഹായ് നമസ്കാരം. നമ്മളിന്ന് തയ്യാർ ചെയ്യുന്നത് അരിനുറുക്കാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് അരിനുറുക്ക്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനു വേണ്ട സാധനങ്ങൾ: അരിപ്പൊടി 2 കപ്പ്, മൈദപ്പൊടി 1 കപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/4 ടീസ്പൂൺ, എള്ള് 1 ടീസ്പൂൺ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളുത്ത കളറുള്ള എള്ളാണ്. അടുത്തായി വേണ്ടത് അയമോദകമാണ്, ബട്ടർ ക്യൂബാണ്, ചെറിയ ബട്ടർ ക്യൂബും. ഇനി നമുക്ക് ഇത് എങ്ങനെ തയ്യാർ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ 2 കപ്പ് അരിപ്പൊടി, അതുപോലെ 1 കപ്പ് മൈദ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അയമോദകം, എള്ള്, പിന്നെ നമ്മൾ ഇതിൽ പറയാത്തൊരു ഐറ്റം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കായപ്പൊടിയാണ്. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. നമ്മളെ ബട്ടർ ഇവയെല്ലാം കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ കുഴയ്ക്കുക. നല്ലപോലെ ഇത് ബട്ടറും മാവും കൂടി മിക്സ് ആക്കുക. എന്നിട്ട് അതിനുശേഷം നമ്മൾ വളരെ കുറച്ചായിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കുക. വളരെ കുറച്ചായിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കാവുള്ളൂ. നമ്മുടെ മാവിലധികം വെള്ളമായി കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. ഏകദേശം ഈ കാണുന്ന പരുവത്തിലാണ് നമ്മൾ മാവ് കുഴയ്ക്കേണ്ടത്. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒഴിച്ച് ഒന്നുകൂടി മയപ്പെടുത്തി കുറച്ച് സമയം നമ്മൾ മാവ് വയ്ക്കുന്നു, ഏകദേശം ഒരു 10 മിനിറ്റ്. അതിനുശേഷം നമ്മളിത് അച്ചിലേക്ക് ഇടുകയാണ്. നമ്മൾ അച്ചിൽ ആദ്യം എണ്ണ ഒഴിക്കുന്നു. നമുക്ക് പെട്ടെന്ന് മാവ് റെഡിയാവാൻ വേണ്ടിയിട്ടാണ്. ഈ അച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നുറുക്കിനായിട്ട്. അപ്പം നമ്മളിത് ഏകദേശം ഇതേ രൂപത്തിൽ നമ്മൾ അച്ചിലേക്ക് ഇടുന്നു. അതിനുശേഷം നമ്മൾ കോരിയുടെ പുറത്തായിട്ട് നമ്മൾ ഏകദേശം ഇതേപോലെ ഈ കാണുന്നത് പോലെ നമ്മൾ നുറുക്ക് അച്ചിൽ നിന്ന് റെഡിയാക്കുന്നു. നമ്മൾ ഓരോന്നായിട്ട് എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കുന്നു. നമ്മൾ എണ്ണയിലിട്ട് വറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം ചൂടായി കഴിഞ്ഞാൽ ഇത് കറുത്തു പോകും. അതിനാലൊരു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ നമ്മളിത് വേവിക്കാവൂ. അപ്പോൾ നമ്മുടെ അരിനുറുക്ക് തയ്യാറായി. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു വിഭവമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.